ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT അന്വേഷണം, അവരുടെ നടപടികൾ പലതും സംശയാസ്പദമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം തന്നെ പോറ്റി നൽകിയ മൊഴിയിൽ പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ്റെയും പ്രശാന്തിൻ്റെയും. അതായത് ആദ്യ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് SITക്ക് ലഭിച്ച മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകളായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും. ആ രണ്ടുപേരെയും SIT നിരവധി തവണ ചോദ്യം ചെയ്തു. എല്ലാവിധ തെളിവുകളും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനുമെതിരെ ഉണ്ടായിട്ടും SIT അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. എന്നാൽ തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തന്ത്രി ക്ഷേത്രത്തിലെ എല്ലാ വസ്തുക്കളുടെയും കസ്റ്റോഡിയൻ അല്ല, അത് ദേവസ്വം ബോർഡാണ്. തന്ത്രി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിനുള്ള അധികാരം. അവിടെ പൂജ എങ്ങനെ വേണം, അവിടുത്തെ കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, സമയം എങ്ങനെ ആയിരിക്കണം, അതിനപ്പുറത്ത് ദേവസ്വം ഭണ്ഡാരം സൂക്ഷിക്കാനുള്ള ഒരു അധികാരവും തന്ത്രിക്കില്ല. അതിന്റെ മുഴുവൻ കസ്റ്റോഡിയനും ദേവസ്വം ബോർഡ് തന്നെയാണ്. ഇവിടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തന്ത്രി ആചാര ലംഘനം നടത്തിയെന്നാണ്. ആചാര ലംഘനം നടത്തിയിട്ട് കേസെടുക്കുകയാണെങ്കിൽ ആദ്യം പിണറായി വിജയനെതിരെയാണ് കേസെടുക്കേണ്ടത്. ഇവിടെ എത്രയോ ആചാര ലംഘനം അദ്ദേഹം തന്നെ നേരിട്ട് നടത്തിയിട്ടുണ്ട്. ശബരിമലയിലെ ഏറ്റവും വലിയ ആചാര ലംഘനം അദ്ദേഹം തന്നെയാണ് നടത്തിയത്. അവിശ്വാസികളായിട്ടുള്ള ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് 18ാം പടി ചവിട്ടിച്ച് ഞങ്ങളൊരു നവോത്ഥാനം ഉണ്ടാക്കിയെന്ന് ഓപ്പണായി സമ്മതിച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ആചാര ലംഘനത്തിന് IPCയിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ നിയമസംഹിതയിലോ എന്താ കേസുള്ളത്? 120B നിങ്ങൾ എടുത്തിരിക്കുന്നു, അതാണ് ചോദ്യം. ഞങ്ങൾക്കിപ്പോൾ തന്ത്രി അറസ്റ്റ് ചെയ്തതിലോ അതിന്റെ കക്ഷിയേറാനോ ഒന്നും ഞങ്ങളില്ല. തന്ത്രി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടപടിയായിട്ട് മുമ്പോട്ട് പോവാം, കോടതിയാണ് പറയേണ്ടത്. പക്ഷെ 120B എങ്ങനെയാണ് നിങ്ങൾ തന്ത്രിയുടെ പേരിൽ എടുക്കുന്നത്? 120B ഗൂഢാലോചന എടുക്കുമ്പോൾ എന്താ മോട്ടീവ്? തന്ത്രിക്ക് ഇതിന് ഒരു സാമ്പത്തിക സഹായം ലഭിച്ചു എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല. ഈ സ്വർണ്ണക്കൊള്ളയിൽ ലഭിച്ച പണത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളിൽ നിന്നോ ഒരു സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല. ആചാരങ്ങളുടെ കാര്യം മാത്രമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ അവിടെ ഒരു സംശയം സ്വാഭാവികമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായ തിരിച്ചടിയിൽ നിന്ന് മറികടക്കാൻ ജനവികാരം അത്ര ശക്തമായി സർക്കാരിനെതിരെ ഉള്ളപ്പോൾ അതിനെ ഒന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു തന്ത്രമാണോ എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട്. അത് ദൂരീകരിക്കപ്പെടണം. അതാണ് ഞങ്ങളുടെ BJP ആലോചിച്ചിരിക്കുന്നത്, ND ആലോചിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം അല്ല. ഞങ്ങൾ ഈ കേസിൽപ്പെട്ട ആരെയും സംരക്ഷിക്കാനില്ല, ആർക്കു വേണ്ടിയും വക്കാലത്തിനില്ല. പക്ഷേ ഈ കേസിൽ സംശയങ്ങൾ ധാരാളം ഉണ്ട്. പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ആചാര ലംഘനം നടത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിരുന്നു എന്ന് പറയുന്ന തന്ത്രിയെ മാത്രം അറസ്റ്റ് ചെയ്തു. എല്ലാം അറിഞ്ഞിരുന്നു കടകംപള്ളി സുരേന്ദ്രന്, എല്ലാം അറിഞ്ഞിരുന്നു പ്രശാന്തിന്, ശങ്കർദാസിന്. പ്രശാന്തിന്റെ കാര്യമാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തത്? കാരണം അദ്ദേഹം നേരത്തെ നടന്ന തട്ടിപ്പിൽ എല്ലാ കാര്യങ്ങളും വിജിലൻസ് കണ്ടെത്തിയ തട്ടിപ്പിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതേ തട്ടിപ്പ് റിപ്പീറ്റ് ചെയ്യാണ് ആ പ്രശാന്ത് ചെയ്തിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ഇതിന്റെ ഫൗണ്ടർ ഓഫ് ദി കോൺസ്പിറസിയാണ്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടക്കുന്നത്. അദ്ദേഹവുമായി നിരവധി ഇടപാടുകൾ, അത് വ്യക്തിപരമായും സാമ്പത്തികമായുമുള്ള നിരവധി ഇടപാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ SIT ഉന്നയിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ട് കടകംപള്ളിയിലേക്ക് അറസ്റ്റ് പോകുന്നില്ല? എന്തുകൊണ്ട് പ്രശാന്തിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് ശങ്കർദാസിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് വാസവന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടത്തുന്നില്ല? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. രണ്ടാമത്തെ കാര്യം, രാജീവ്ജി പറഞ്ഞു ഇതിൽ കോൺഗ്രസിന്റെ പാർട്ടി എന്താണ്? കോൺഗ്രസിന് ഇത് ശക്തമായിട്ടുള്ള ബന്ധമുണ്ട്. കാരണം ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന അതേ 2017 അടൂർ പ്രകാശും ആന്റണിയും, അവർ ചെറിയ വ്യക്തികളല്ല, ചെറിയ മീനുകളല്ല. അവർ കേരളത്തിലെ UDFന്റെ കൺവീനറാണ്. ശബരിമല നിലനിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ MP ആണ്, പത്തനംതിട്ട ലോക്സഭയിലെ MP ആണ്. ഇവർ രണ്ടുപേരും ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ സ്വർണം വാങ്ങിയ വ്യവസായിയെയും എന്തിനാണ് സന്ദർശിച്ചത്? സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ ഗൂഢാലോചന നടക്കുമ്പോൾ തന്നെ മാർക്കറ്റ് കണ്ടെത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വ്യവസായിയും സോണിയാഗാന്ധിയാണ് സമീപിച്ചത്. അതിന് കാരണമുണ്ട്.
സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ രണ്ട് പുരാവസ്തു ഇതുപോലുള്ള വിഗ്രഹങ്ങളുടെ കച്ചവടം നടത്തുന്ന സ്ഥാപനമുണ്ട്. ഞങ്ങളത് എവിടെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാൻ തയ്യാറാണ്. പ്രസാദം കൊടുക്കാനാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പോട്ടെ, ഈ വ്യവസായിക്ക് എന്താ പ്രസാദം മന്ത്രച്ചാരട് കെട്ടിക്കാനായില്ല? അപ്പൊ എന്തിന് വ്യവസായിയെ കൂട്ടിക്കൊണ്ടുപോയി? ഇതുവരെ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ ആ കാര്യത്തെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല. കാരണം ഈ വിവാദം പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നത് ശ്രീമാൻ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തോടാണ് വ്യവസായി പറഞ്ഞിരിക്കുന്നത് 5000-10,000 കോടിയുടെ ഇടപാട് നടന്നിരിക്കുന്നു, ഇത് പുരാവസ്തു കച്ചവടമാണ് നടന്നിരിക്കുന്നത്, ഇത് ഒറിജിനൽ ഗോൾഡിന്റെ വിലയുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയല്ല. നമ്മൾ കണ്ടു, വ്യാളി രൂപം അവിടുന്ന് പോയിരിക്കുന്നു, ശിവപ്രതിമ പോയിരിക്കുന്നു, ഗോളക, അതിന് അയ്യപ്പന്റെ മൂലവിഗ്രഹത്തിന് ചുറ്റിലുമുള്ള ഗോളക പോയിരിക്കുന്നു, അതുപോലെ ഈ ദ്വാരപാലക ശില്പം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.